അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ബുള്ളറ്റ് റൈഡ് നടത്താൻ പോവാണ് ഗൈസ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഗൈസ് ബുള്ളറ്റിന് പോണെന്ന്. അങ്ങോട്ട് പോവാൻ സമ്മതിക്കണില്ല, ആനുണ്ട്. ആണോ ഫ്രണ്ട്സ്, ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, DD വ്ളോഗ്സിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ബുള്ളറ്റ് റൈഡ് നടത്താൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ബുള്ളറ്റിന് ജസ്റ്റ് ഒരു റൈഡിന് പോവാൻ പോവാണ് നാട് കാണിക്ക്. അപ്പം 2 ബുള്ളറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അമ്മയും പപ്പയും ഒരു ബുള്ളറ്റിൽ, ഞാനും ദിയമ്മോളും അർജുമാമനും ഒരു ബുള്ളറ്റിന്. അതെ, ആ ബുള്ളറ്റ് കയറിയിരിക്കും. അമ്മയുടെ ഒരു ഫേസ് ഒന്ന് നേരെ ബുള്ളറ്റിൽ കയറാൻ പറഞ്ഞാണ് ഞാൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ദിയമോള് അമ്മേന്റെയും പപ്പേന്റെ ഒപ്പം വരുവാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു കപ്പിൾസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ അവളിന്റെ ഒപ്പം വന്നോട്ടെ വിചാരിച്ചത്. അപ്പൊ ഞാനും അർജുമാമനും ഒരു ബുള്ളറ്റിന്, അമ്മയും പപ്പയും ദിയമോളും ഒരു ബുള്ളറ്റിനാണ് വരുന്നത്. ദിയമോള് രാവിലെ മുതൽ വഴക്കായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഡ്രസ് എടുത്ത് ഞാനാണ് നാടുകാണി പോണ കാര്യം ഇവിടെ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞത് നാടുകാണി ദേവാല റൂട്ട് പോവാന്നാണ് പറഞ്ഞത്. അർജുമാൻ പറഞ്ഞു അവിടെ നല്ല കുടമഞ്ഞുണ്ട്. അർജുമാമന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അർജുമാമന് എല്ലാ ആഴ്ചയും പോവാറുണ്ട്, ദിവസം പോകലുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഫ്രണ്ട്സ്, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മുടെ അർജുമാമൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലബാറി മല്ലു എന്നാണ് പേര്. അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ DD വ്ളോഗ്സിലും ലൈഫ് ലിവിങ് ആൻഡ് നാച്ചുറലും തന്ന സപ്പോർട്ട് മലബാറി മല്ലു യൂട്യൂബ് ചാനലിലും തരിക. ഞങ്ങൾ ചില വീഡിയോസിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പം അർജുമാമൻ്റെ ചാനലാണത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ടിന് നിൽക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കും മലബാറി മല്ലു. അപ്പം അർജുമാമന് ഇന്നൊരു വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് അവരൊന്ന് നോക്കുകയാണ്. ഫസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തതാണല്ലോ, അപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ അവർ നോക്കുകയാണ്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി വേണം എനിക്ക് കാണാൻ. ഇപ്പം ജസ്റ്റ് പെട്ടതേ ഉള്ളൂ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഗൈസ് ബുള്ളറ്റിന് പോകണമെന്ന്. ഞങ്ങൾ എപ്പോൾ ആ ഒരു വഴി പോവുകയാണെങ്കിൽ ഒരു ദിവസം ബുള്ളറ്റിന് ഈ വഴി വരണം ഇന്ന് അമ്മയാണ് ഫസ്റ്റ് പറയല്. അപ്പം ഇന്നെന്തായാലും ഞായറാഴ്ച എങ്ങോട്ട് പോവാന്ന് ഇങ്ങനെ വിചാരിച്ചേക്കുമ്പോ നാടുകാണി പോയാലോ എന്ന് വിചാരിച്ച ഗൈസ്. അപ്പം ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇറങ്ങാൻ നിക്കാണ്. ഞങ്ങളെ ബുള്ളറ്റ് കുറെ ദിവസമായിട്ട് ഇടയ്ക്ക് ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ട്. കുറെ ദിവസമായി ബുള്ളറ്റ് എടുത്തിട്ട്. ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ആ ബുള്ളറ്റിൽ അത്രയും ദൂരം പോണത്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ മഴ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇല്ലേ, വിശ്വസിക്കാം. മുന്നിലിരുത്താന് ദിയമോൾ അങ്ങനെ മുന്നിലിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞില്ല പപ്പനെ പോലെ സ്ലോ മോഷൻ ഇങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിട്ടോ. അപ്പൊ ദിയമോളെ മുന്നിലിരുത്തി പുറകില് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
നാടുകാണി എത്തിയിരിക്കുന്നു. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അവിടെ ഒരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഞാൻ സോന പപ്പടീൻ്റെ മറ്റേ വേറൊരു രീതിയിലുള്ള സോന പപ്പടി ഞാൻ വാങ്ങി. ഞാൻ എപ്പോഴും വാങ്ങാറുള്ളതാണ് ഇവിടെ വരുമ്പോൾ. തിരിച്ചു പോകുമ്പോൾ നെല്ലിക്ക പാലിയിലിട്ട് വാങ്ങാൻ പറയാം. എന്നുവെച്ചാൽ പഞ്ചസാര കുറുക്കിയിട്ട് അണ്ണൻ മീസ വെച്ച ഒരാട്ടപ്പുലി ഏതൊരു ഉളപ്പുലി. മഴ ചെറുതായിട്ട് ചാറുണ്ട് ഫ്രണ്ട്സ്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് കോട്ടിട്ട് കൊടുക്കാൻ പോവാണ്. അങ്ങോട്ട് എത്തുന്നവർ മഴ പോകുമ്പോ നല്ല തണുപ്പുണ്ടാവും. വരാൻ പറയരുത്. ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് പോവാൻ സമ്മതിക്കണില്ല. ആരുണ്ട്? ഫ്രണ്ട്സ് അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരത്തില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ താഴെ നിന്ന് ഫോട്ടോ എടുത്ത് പോയാലോ? അവിടെ താഴെ ആ സൈഡിലൂടെ നിൽക്കാം. ഫ്രണ്ട്സ്, ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി ഞങ്ങൾ ഇവിടെ പരിസരത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ താഴോട്ട് പോവാണ്. ചായ ചോദിച്ചറിയാതെ പിന്നെ മുമ്പേ വിട്ടിട്ടില്ല. ഇനി മുമ്പ് ഒരു ചായ ചോദിക്കില്ല. ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. മഴ കുറെ നേരമായി ചാറിന്, പക്ഷെ മൊത്തത്തിൽ പെയ്യണില്ല. ഫ്രണ്ട്സ് അവരവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് അട്ടേനെ ആണെങ്കിൽ പേടി. അമ്മ ആട്ട ഒരിക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ദിയാമോളുടെ ഫോട്ടോ എടുത്തോണ്ട് കണ്ടു. അപ്പം ഇപ്പൊ ഈ വഴി കുറേ പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം ഞങ്ങള് തിരിച്ച് വേറെ സ്ഥലത്തില് അതെ, വേറെ സ്ഥലത്തോട്ട് പോവാണ്. ഇപ്പൊ കോടമഞ്ഞൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണ ആ ഒരു സമയമാകുമ്പോ നാടുകാണി ഭയങ്കര ആ ഒരു തണുപ്പായിരിക്കും. ഇപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, അവിടെ ആന വന്ന് പറഞ്ഞു, വെറുതെ പറഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കുറേ പേര് അങ്ങോട്ടാണ് കൂടുതലും പോണത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരാളെ ചവിട്ടിക്കൊന്നു പറഞ്ഞു ആന. ആണോ? 30 വയസ്സുള്ള ആളാണ്. ഫ്രണ്ട്സ്, തണുത്ത് വരയ്ക്കുന്നു കോടമഞ്ഞ്. ഞങ്ങൾ ഏകദേശം സമയം 6 മണിയൊക്കെ. ഇവിടെ ആകുമ്പോൾ രാത്രി ആവണമെന്ന് പെട്ടെന്ന് അറിയത്തില്ല. 5:30 ആയിട്ടുള്ളൂ അല്ലേ? 5:30 ആയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. കാരണം നാടുകാണിയിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആന സ്ഥിരമായിട്ട് നാടുകാണി ചുരത്തില് സ്ഥിരമായിട്ട് ആന ഉണ്ട്. അപ്പോ രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. അതെ അതെ, അപ്പൊ സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട്.
നമ്മൾ തിരിച്ചു പോവാ വീട്ടിക്ക്. അല്ല ആനേന്റെ അടുത്തേക്ക് പോയിക്കോ. അടിയിലുണ്ടോ എത്രയാ? 60 മതി. ഫ്രണ്ട്സ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ തുടങ്ങിയ ചാനലാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഈ യാത്ര തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് അർജുൻ്റെ മലബാറി മല്ലു. അപ്പോൾ ഞങ്ങൾ നാട് കാണിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി നോക്കുമ്പോൾ 988 അതാണ് കേട്ടോ അതിൻ്റെ ലോഗോ. അത് കാണിച്ചു കൊടുത്താണ് ചാനൽ. ഞാൻ സെർച്ച് ചെയ്താൽ കിട്ടും. യെസ്. അപ്പോൾ ഞങ്ങൾ 1K സെലിബ്രേഷൻ നാട് കാണിയിൽ നിന്ന് നടത്തണോ അതോ ഇടയ്ക്കൽ നടത്തണോ പ്ലാൻ? അതും ഒരു ദിവസം പോലും ആയിട്ടില്ല അല്ലേ? വെറും 4-5 മണിക്കൂർ കൊണ്ട് 1K സബ്സ്ക്രൈബർ. യാത്ര തുടങ്ങിയപ്പോ നമ്മള് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. യാത്ര അവസാനിച്ചപ്പോ 1K ആവാനായി. ഇപ്പൊ വരും കേട്ടോ. അർജുനെ കുട്ടിയോട് ചോദിച്ചു മാല എവിടെ നിന്ന് വാങ്ങിയത് ചോദിച്ചു. അപ്പൊ കുട്ടി കടയിന്ന്. ഫ്രണ്ട്സ് ഞാന് ചെറുതായിട്ടൊരു ബിരിയാണി റൈസും ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്തത്.
ഉറങ്ങിപ്പോയതാ. നമുക്ക് ഇഷ്ടമുള്ള ചെരുപ്പാണ്. ഇറങ്ങിയോ എനിക്ക് ചെരുപ്പൊക്കെ ചാടിച്ചോറുണ്ട്. നിങ്ങളെങ്ങനെ ഇത്ര നേരത്തെ എത്തി ഇവിടെ? ഞങ്ങൾ എവിടെയും കേറിയില്ലല്ലോ. എനിക്ക് മോളെ ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിൽ എത്തി. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇന്ന് അടിപൊളി ട്രിപ്പായിരുന്നു ഫ്രണ്ട്സ്. നമ്മൾ സാധാരണ കാറിനാണല്ലോ പോവല്. ഇത് ബുള്ളറ്റിന് പോയപ്പോൾ ഞങ്ങൾ കാറിന് പോകുന്നതിനേക്കാളും പ്ലസ് 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 ഞങ്ങൾ എൻജോയ് ചെയ്തു. 2 ബുള്ളറ്റിനും കൂടിയാണല്ലോ. നല്ല രസമായിരുന്നു. ആകെ എനിക്ക് മിസ്സായത് കോടമഞ്ഞായിരുന്നു ഗൈസ്. അത് മാത്രം ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. അത് തണുപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ആഗ്രഹമായിരുന്നു ബുള്ളറ്റിൽ ഒരു ട്രിപ്പ് പോകണം. അതെ, ബുള്ളറ്റിൽ പോകണം. കാരണം ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുള്ളറ്റിൽ പോകാൻ പറ്റില്ല. അർജു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നമുക്ക് 2 ബുള്ളറ്റ് എടുക്കാം, എന്നിട്ട് അതിൽ പോവാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോ എങ്ങോട്ട് പോണം ഇങ്ങനെ വിചാരിച്ചിരുന്നു. 12 മണി ആയപ്പോ ഞങ്ങൾ തീരുമാനിച്ചതാണ്. 12 മണിയായപ്പോ തീരുമാനിച്ചു. 2 മണിയായപ്പോ ഞങ്ങള് ഇറങ്ങി ഗൈസ്. സൂപ്പർ ആയിരുന്നു ഇന്ന്. അത് മാത്രല്ല, ബുള്ളറ്റ് ട്രിപ്പ്, പിന്നെ യൂട്യൂബ് ചാനൽ 1K ആയത്. 1K കഴിഞ്ഞു. 1.3 ആയിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് എല്ലാവർക്കും താങ്ക് യു. ഇതേമാതിരി മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാ. ഇനി അതില് വീഡിയോ വരുന്നതാണ്. അർജു മാമന്റെ ചാനലില് മലബാറി മല്ലോ. അപ്പം ഇതുവരെ സെർച്ച് ചെയ്തില്ല. അതെ, അർജു മാമന്റെ യൂട്യൂബ് ചാനലിലും കൊടുക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി 10 വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ.